ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിഫൈൻ റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് റീറ്റെയിൻഡ് ഏണിങ്സ്? റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, ഒരു ബിസിനസ് അതിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും മറ്റും പ്രിപ്പയർ ചെയ്യും. അതിലൂടെ ബിസിനസ് അവരുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്. അതിനുശേഷം അവർക്ക് ഏതെങ്കിലും ഇമീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യേണ്ട ഡ്യൂസും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യും. ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത അളവ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായി കൊടുക്കും. എന്നിട്ട് ബാലൻസ് വരുന്ന ഫുൾ എമൗണ്ട് റിസർവ് ആക്കി ബിസിനസ്സിൽ കീപ്പ് ചെയ്യും. ഇതിനെയാണ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ബിസിനസ് റീറ്റെയിൻഡ് ഏണിങ്സ് കീപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന സാലറി ഫുള്ളായി യൂട്ടിലൈസ് ചെയ്യാതെ ഒരു നിശ്ചിത എമൗണ്ട് ബാങ്കിൽ ഒരു റിസർവായി കീപ്പ് ചെയ്യും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ കടം വാങ്ങാതെ ആവശ്യങ്ങൾ നടക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ റിസർവാക്കി കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സേവിങ്സ് ആക്കി കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിലോട്ട് വരികയാണെങ്കിൽ ബിസിനസ്സിൽ എപ്പോഴും ഒരുപാട് ആവശ്യങ്ങൾ കാണും. മെയിനായിട്ട് നല്ലൊരു എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ബിസിനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ബിസിനസ്സിൻ്റെ ഗ്രോത്തും എക്സ്പാൻഷനും മറ്റും ഫണ്ട് ആവശ്യമാണ്. പിന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഡെപ്റ്റ്, അൺപ്രഡിക്റ്റബിളായിട്ട് എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് വന്നാൽ അതിനെ മീറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ഫണ്ട് എപ്പോഴും ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി SIPയിൽ റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. SIPയിൽ GL ക്രിയേഷന് മുമ്പായിട്ട് തന്നെ റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തിരിക്കണം. പിന്നെ ഇയർ എൻഡിങ് ടൈമിൽ P&L ബാലൻസ് ഒരു ഫിസിക്കൽ ഇയറിൽ നിന്ന് മറ്റൊരു ഫിസിക്കൽ ഇയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ GL ക്യാരി ഫോർവേഡ് എന്ന ട്രാൻസാക്ഷൻ സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ T കോഡ് വരുന്നത് FAGL GVTR. നമ്മുടെ കമ്പനിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒന്നിലധികം റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കോമൺ റിപ്പോർട്ടിംഗ് പർപ്പസിനായിട്ട് ഒരു സെപ്പറേറ്റ് റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് വേണമെന്നാണ് നമ്മുടെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്. കൂടാതെ US GAAP, IFRS, IAS തുടങ്ങിയ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനും നമുക്ക് റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് SIPയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് SIP സ്ക്രീനിൽ സെറ്റപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള T കോഡ് വരുന്നത് OB53 ആണ്. അതിൻ്റെ സീക്വൻസ് വരുന്നത് SPRO, SIP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡാറ്റ, GL അക്കൗണ്ട്, പ്രിപ്പറേഷൻസ്, ഡിഫൈൻ റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ SIPയുടെ ഈസി ആക്സസ് സ്ക്രീനിലാണ്. റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് T കോഡ് OB53 യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ സീക്വൻസ് വഴി ചെയ്യുന്നതെന്ന് നോക്കാം. SPRO, SIP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡാറ്റ, GL അക്കൗണ്ട്, പ്രിപ്പറേഷൻസ്, ഡിഫൈൻ റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട്. എക്സിക്യൂട്ട് ചെയ്യുക. ചാർട്ട് ഓഫ് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. ചാർട്ട് ഓഫ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ P&L സ്റ്റേറ്റ്മെൻ്റ് എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് പ്രകാരം നമുക്ക് റീറ്റെയിൻഡ് ഏണിങ്സ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡിജിറ്റ് കൊടുക്കാം. നമുക്ക് X എന്നോ X1 എന്നോ Y എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ X എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. SIPയിൽ പല കോണ്ടെക്സ്റ്റുകളിലും നമ്മൾ ഇതേപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സിസ്റ്റത്തിന് ഈ ഒരു ഇൻഡിക്കേറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന GL അക്കൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പം നമുക്കിവിടെ X1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന GLൻ്റെ നമ്പർ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ നമ്പറാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ 20,000 കൊടുക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് മറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ X2, X3, X4 അതേപോലെയുള്ള മറ്റ് റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരെണ്ണം മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ശേഷം സേവ് ചെയ്യുന്നു. ഇപ്പോൾ സിസ്റ്റം സ്റ്റാറ്റസ് ബാറിൽ ഒരു വാർണിംഗ് മെസ്സേജ് തന്നിട്ടുണ്ട്. അക്കൗണ്ട് 20,000 നോട്ട് ക്രിയേറ്റഡ് ഇൻ ചാർട്ട് ഓഫ് അക്കൗണ്ട് TM77. TM77 എന്ന് പറഞ്ഞാൽ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ഈ ഒരു GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് പിന്നെ GL ക്രിയേഷൻ സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാം. GL ക്രിയേഷൻ സ്ക്രീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു വാർണിംഗ് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത് സേവ് ആവാൻ വേണ്ടി ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ എക്സിസ്റ്റിംഗ് റിക്വസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇതേപോലെ നിങ്ങൾക്ക് മറ്റ് റീറ്റെയിൻ ഏർണിങ്സ് അക്കൗണ്ടും നിങ്ങളുടെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ X2, X3, X4 ഇതേപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് അതിനുള്ള നമുക്ക് GL ക്രിയേഷൻ സ്ക്രീനിൽ ആ സെയിം നമ്പറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഏത് നമ്പറാണോ ഡിഫൈൻ ചെയ്യുന്നത് അതേ നമ്പറിൽ തന്നെ വേണം GL മാസ്റ്ററും ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SAP പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.